അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇന്നിപ്പോൾ മുൻ നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് വിരുദ്ധമായി ഹൈക്കോടതിയിൽ സർക്കാർ ഒരു നിലപാടെടുത്തിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഇനി വാദം കേൾക്കുന്ന സമയത്ത് കോടതി ചോദിക്കുകയില്ലേ അതിന് വിരുദ്ധമായ ഒരു സ്റ്റാൻഡാണ് ഇവിടെ എടുത്തതെന്ന്. ഇവിടെ ഇപ്പോൾ ഈ നിയമനമടക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ ഇതിന് വിരുദ്ധമായ വാദഗതികൾ ഉന്നയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം അത് പറഞ്ഞത് ശ്രീ പി രാജീവ് ഒരു നിയമജ്ഞനാണ്. അദ്ദേഹം അത് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമുണ്ട്. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഒരു ഭരണഘടനാ പ്രശ്നവുമായിട്ട് പോകുന്നു. അതിന് ഒരു ന്യായീകരണമുണ്ട്. അതിലെ കേന്ദ്ര നിയമത്തിലെ ചില വകുപ്പുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. പല കാരണങ്ങളുമുണ്ട്. അതൊരു നിയമയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ട്. 15 സെപ്റ്റംബറിലെ 2025 ഒരു വിധി. ആ വിധിക്ക് ശേഷം ഈ സെക്ഷൻ 14 അതേപടി സ്റ്റേ ചെയ്തിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത് 3 പേരിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വഖഫ് ബോർഡില് 3 പേരിൽ കൂടുതൽ അമുസ്ലിങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷെ അതിലുള്ള ബാക്കി കണ്ടീഷൻസ്, അതില് കേന്ദ്ര നിയമത്തിൽ പറയുന്ന അമുസ്ലിങ്ങളായിട്ടുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന വകുപ്പ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ലാത്തതിന്റെ അർത്ഥം ആ നിയമം പ്രാബല്യത്തിലുണ്ട് എന്നാണ്. ഒരു നിയമം പ്രാബല്യത്തിലുള്ളപ്പോൾ അത് കോടതിയിൽ പോയ കക്ഷിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് കോടതിയിൽ കക്ഷി ചേർന്നു, സ്റ്റേറ്റ് ഗവൺമെന്റിന് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. സുപ്രീം കോടതി ഒന്നുകിൽ അത് അസാധുവായിട്ട് പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ അതിനകത്തൊരു ഇടക്കാല ഉത്തരവെങ്കിലും വേണം. രണ്ടും വന്നിട്ടില്ല. ഇടക്കാല ഉത്തരവ് മുഖാന്തരം ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഫൈനലായിട്ടൊരു ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. ഇപ്പോൾ 25 ഓഗസ്റ്റിലേക്ക് ഈ കേസിന്റെ വിശദമായ വാദത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് തന്നെ ആയിരുന്നാലും, അവരുടെ നിലപാട് എന്ത് തന്നെ ആയിരുന്നാലും, ഈ കേന്ദ്ര നിയമം പ്രാബല്യത്തിലുള്ളത് പാലിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. കാരണം അതുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തതാണ് ശരിയായ നിയമപരമായിട്ടുള്ള നടപടി. ഒരു ഹൈക്കോടതിയിൽ വന്നിട്ട് ഈ നമ്മൾ പറയുന്ന കാര്യങ്ങള് പൊതുവെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഞങ്ങൾ ചില നിയമങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടപ്പാക്കാതിരിക്കാനുള്ള ഒരു അധികാരമില്ല. ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു, അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് ഒരു ഭരണഘടനാ കോടതി പ്രഖ്യാപിക്കത്തോളം, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ട് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാത്തിടത്തോളം അതിന് നിയമപരമായ പ്രാബല്യമുണ്ട്. ആ പ്രാബല്യമുള്ള കേന്ദ്ര നിയമങ്ങൾ പാലിക്കാൻ എല്ലാ ഗവൺമെന്റുകളും ബാധ്യസ്ഥരാണ്. സംസ്ഥാന ഗവൺമെന്റുകൾ പ്രത്യേകിച്ച് ബാധ്യസ്ഥരാണ്. അപ്പൊ അതിനകത്ത് എന്ത് തന്നെ ആയിരുന്നാലും, ഇപ്പൊ നേരത്തെ ഷിബു മീറാൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഈ സ്റ്റാൻഡ് സുപ്രീം കോടതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. സുപ്രീം കോടതിയിൽ പോയ കക്ഷികൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. പക്ഷെ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യാത്തിടത്തോളം നമ്മളത് നടപ്പാക്കാൻ ബാധ്യസ്ഥരല്ലേ? നടപ്പാക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്. അത് മാത്രമല്ല, ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ ഓർഡറുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തതെന്ന് മാത്രമാണ് പറയുന്നത്, അല്ലാതെ മുഴുവനായിട്ട് അസാധുവാക്കിയിട്ടില്ല. അപ്പം മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നപ്പോഴും സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തെങ്കിലും സുപ്രീം കോടതിയും പറയുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയോട് ബോധിപ്പിക്കണം എങ്ങനെയാണ് നിങ്ങൾ ഈ വേക്കൻസി ഫില്ല് ചെയ്യാൻ പോകുന്നതെന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു നിയമം പ്രാബല്യത്തിലുണ്ടെങ്കിൽ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നമ്മൾ അതിന്റെ നിയമവശം മാത്രം നോക്കുകയാണെങ്കിൽ ഭരണഘടനാപരമായിട്ട് നിയമപരമായിട്ട് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമം പാസ്സാക്കാൻ അധികാരമുള്ള ഒരു വിഷയത്തിൽ, വഖഫ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറഞ്ഞ എൻട്രി 28 വരുന്നതാണ് കൺകറന്റ് ലിസ്റ്റിൽ. അങ്ങനെ ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അധികാരമുണ്ട്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു. ശരിയോ തെറ്റായിക്കോട്ടെ, നമുക്കത് ഇഷ്ടപ്പെടാതിരിക്കാം, ചില വകുപ്പുകളോട് നമുക്ക് യോജിപ്പില്ലായിരിക്കാം, നമുക്ക് അഭിപ്രായം പറയാം, അക്കാഡമിക് ആയിട്ടുള്ള അഭിപ്രായം പറയാം, അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷെ ഒരു ഭരണഘടനാ കോടതിയിൽ പോയിട്ട് ഞങ്ങൾ ഈ നിയമം അനുസരിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഈ നിയമം ഈ സംസ്ഥാനത്ത് ഇത് കൊണ്ടുവരില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഭരണഘടനാ ബാധ്യതയാണ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് സുപ്രീം കോടതി വിധി കൂടെ വന്നതാണ്. സുപ്രീം കോടതി പോയിട്ട് ഒരു വിധി നമുക്ക് എതിരായിട്ട് വരികയാണെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? സുപ്രീം കോടതി പോയിരിക്കുന്നത് ഇപ്പൊ എതിരായിട്ടില്ല, ഇപ്പൊ താൽക്കാലികമായിട്ടുള്ള ഒരു ഇടക്കാല വിധിയാണ് വന്നിരിക്കുന്നത്. ഇടക്കാല വിധിയിലൂടെ പല കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഷോൺ ജോർജ് സുപ്രീം കോടതിയിൽ ഒരു തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോ ഈ ബോർഡിന്റെ തീരുമാനം അടക്കമെടുക്കുമ്പോൾ തന്നെ കേൾക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ കോടതിയിൽ നിന്ന് തനിക്ക് ഈ വാദം കേൾക്കാതെ ഒരു തീരുമാനം ഉണ്ടാകരുത് എന്നുള്ളതുണ്ടല്ലോ. ഇനി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ ഇവിടെ ഒരു തീരുമാനം എടുത്താലും അദ്ദേഹം കോടതി ലക്ഷ്യ ഹർജിയുമായി പോയില്ലേ?
പുതുതായിട്ട് വരാൻ പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതുവരെ നടന്നിരിക്കുന്ന ഇപ്പോഴത്തെ നിയമപരമായിട്ടുള്ള സ്ഥിതി എന്ന് പറയുന്നത്, ഇപ്പോൾ സുപ്രീം കോടതി സെക്ഷൻ 14 സ്റ്റേ ചെയ്യാത്തിടത്തോളം കേരള ഗവൺമെന്റ് ഹൈക്കോടതിയുടെ മുമ്പിൽ പറഞ്ഞ സ്റ്റാൻഡ് നിയമപരമായിട്ട് ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. സുപ്രീം കോടതി നാളെ പറയുകയാണ്, ഇല്ല കേരള ഹൈക്കോടതി ഇപ്പൊ ഇതിന്റെ താൽക്കാലികമായിട്ട് ഇതിന്റെ പിന്നെ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുന്നു, ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അതിന് ഞങ്ങൾ ഒരു കണ്ടീഷണലായിട്ട് സ്റ്റേ തരാം എന്ന് പറയാൻ ഒരാൾക്ക് അതില് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട്. അവിടെ തടസ്സ ഹർജി സമർപ്പിക്കാൻ ഇവിടുത്തെ പെറ്റീഷണർക്ക് അവകാശമുണ്ട്. പക്ഷെ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയുമായിട്ട് കേരള ഹൈക്കോടതി വിധിക്ക് ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. മദ്രാസ് ഹൈക്കോടതിയുടെ വിധി തീർത്തും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഇപ്പൊ കേരള ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരള ഹൈക്കോടതി പറഞ്ഞത് ഈ അപ്പോയിന്റ് ചെയ്ത 2 അമുസ്ലിങ്ങളെ അതില് അപ്പോയിന്റ് ചെയ്യാത്തത് കൊണ്ട് കേന്ദ്ര നിയമം അതേപടി കേരളത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല. ഭരണം പോകുന്നതിന് തൊട്ടു മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഭരണത്തിന്റെ അവസാന പാദത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് പെട്ടെന്ന് ഈ പോസ്റ്റുകളെല്ലാം കൂടെ ഫില്ല് ചെയ്യുകയും ആ കേന്ദ്ര നിയമം പാലിക്കാതിരിക്കുകയും ചെയ്യുന്നു? ഇവരായിരുന്നു ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെന്റ് ആയിരുന്നു അധികാരത്തിൽ, അങ്ങനെ അവർക്ക് ഹൈക്കോടതി വന്നിട്ട് ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നു, ഇല്ല ഞങ്ങൾ കേന്ദ്ര നിയമം ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമായിരുന്നു? ഒരു ഗവൺമെന്റിനും അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഒരു ഗവൺമെന്റ് അങ്ങനെ പറയാൻ കഴിയില്ല. നമുക്ക് രാഷ്ട്രീയപരമായിട്ട് വാദപ്രതിവാദങ്ങൾ നടത്താം, പൊതുവെ ഇതിനോട് വിയോജിക്കുന്നു എന്ന് പറയാം, ഈ വിഷയത്തിൽ നമുക്ക് വേറെ അഭിപ്രായം ഉണ്ടെന്ന് പറയാം, അമുസ്ലിങ്ങളെ എന്തിനാണ് അതിൽ ഉൾപ്പെടുത്തുന്നതെന്ന് ചോദ്യം ചെയ്യാം. പക്ഷെ സുപ്രീം കോടതിയിൽ ആ കേസ് ഇരിക്കുന്നു. സുപ്രീം കോടതിയിൽ ആ വാദം ഫൈനലായിട്ട് ഒരു അനുകൂല വിധി വരുന്നത് വരെ ഇപ്പോഴാ നിയമം ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഏത് ഗവൺമെന്റ് ആണെങ്കിലും. ഓക്കെ, മാത്രമല്ല അംഗീകരിക്കുന്നില്ല എന്ന് കോടതിയിൽ പോയി പറയാനും കഴിയാത്ത സാഹചര്യം. Debate with Madhu Saji.